വരൂ ഗൈസ്, നമുക്ക് ഇന്നും കാട് കയറി പൂ പറിച്ച് മാല കെട്ടാം. ഇന്നത്തെ പൂവ് ദാ ഈ കാണുന്ന പൂവാണ്. ഇതിന് ഞങ്ങളിവിടെ കമ്മൽ ചെടി എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. എനിക്ക് ഒറിജിനൽ പേര് അറിയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ദാ ഈ പൂവാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്. ഇതെൻ്റെ വീടിൻ്റെ താഴത്തുള്ള കണ്ടമാണ്. കണ്ടം എന്ന് പറഞ്ഞാൽ മറ്റേ പാടം, വയൽ, ആ സെറ്റപ്പില്ലേ, അത് തന്നെ. അപ്പം ഇത് ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പിന്നെ നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആർക്കും ഉപദ്രവമില്ലാത്തത് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇങ്ങനെ പറിച്ചെടുക്കുന്നു. അപ്പോൾ ആ ഒരു ഏരിയ ഫുൾ ആ പൂവാണ്. അവിടെ അങ്ങനെ ആരും കയറുന്നൊന്നും അല്ല. അപ്പം ഞാൻ പോയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് അവർ ഓരോന്നോരോന്നായിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോന്നു. ആ കവർ നിറച്ചും കിട്ടിയിട്ടുണ്ട് പൂവ്. ഇനി ഇത് നേരെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് നമുക്ക് മാല കെട്ടാം. കഴിഞ്ഞ മാല കെട്ടുന്ന വീഡിയോ ഇടുമ്പോഴത്തേന് 1-2 പേര് എന്നോട് കമൻറ്റിൽ ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് കെട്ടുന്നത്, ട്യൂട്ടോറിയൽ ഇടാമോ എന്ന്. ഈ വീഡിയോ കണ്ടിട്ട് ഇത് മനസ്സിലാവുകയാണെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് എടുത്തോളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വേണമെന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിടാം. അപ്പം ആദ്യം ഇങ്ങനെ ഒരു കെട്ടണം. ആ ഒരു കെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മാലക്കുള്ള കൊളുത്താണ് ശരിക്കും ആ കെട്ട്. എന്നിട്ട് ഒരു പൂവെടുത്ത് 2 പൂവെടുത്ത് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും വെച്ചിട്ട് നമ്മൾ നോർമലി ഈ മുല്ലപ്പൂ ഒക്കെ കെട്ടൂലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് ആ ഒരു കയ്യിലിങ്ങനെ കറക്കിയെടുത്ത് ഒരു ലൂപ്പ് പോലെ ആക്കിയിട്ട് അങ്ങനെ ഒന്ന് കെട്ടി നിർത്തുക. അതൊന്ന് ഒരു ലോക്ക് പോലെ ഊരിപ്പോയിരിക്കേണ്ടി അങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുക. എന്നിട്ട് പിന്നെ ബാക്കി സിമ്പിളാണ്. ഓരോ പൂവെടുത്ത് ആ കെട്ടിയതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് മറ്റേ നീളത്തിലുള്ള നൂലെടുത്തിട്ട് ഫുള്ളായിട്ട് കറക്കി എടുത്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഈ ഒരു മാല കിട്ടുന്നത്. വീണ്ടും വീണ്ടും അതിൻ്റെ പുറത്തോട്ട് സ്പേസ് ഉള്ളിടത്തോട്ട് ഓരോ പൂ വയ്ക്കുക, നൂല് വെച്ച് കറക്കിയെടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതിൻ്റെ ആ കൈയുടെ പിടുത്തത്തിൻ്റെ ആ ഒരു മുറുക്കം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മാലയ്ക്ക് ആ ഒരു കെട്ടിന് മുറുക്കം വരും. നമുക്ക് കൈ വഴങ്ങി എടുത്താൽ മതി ഈ ഒരു സാധനത്തിന്. ഇത് കെട്ടുമല്ല, ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ഉടക്കി കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആ പിടിക്കുന്ന ആ ഒരു മുറുക്കം അനുസരിച്ചിട്ട് അതങ്ങനെ അതിങ്ങനെ കെട്ടിയായിട്ട് വരും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ നമുക്ക് താത്തി വെച്ചിട്ട് ഒരിക്കലും കെട്ടാൻ പറ്റില്ല. നമ്മളിങ്ങനെ പൊക്കി പിടിക്കും. കാരണം നീളം കൂടുന്ന അനുസരിച്ചിട്ട് അത് ഇങ്ങനെ പൊക്കിക്കൊള്ളണ്ട. ഇപ്പം തന്നെ ഇത്ര നീളമായി. അപ്പോൾ നമുക്ക് ആ ഇരുന്നുകൊണ്ട് അത് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ ഇച്ചിരി നീളമായപ്പോൾ ഞാൻ പിന്നെ എഴുന്നേറ്റ് ഇരുന്ന് ബാക്കി കെട്ടാൻ തുടങ്ങി. കാര്യം അത് കറക്കി ഇങ്ങനെ എടുക്കണം. അപ്പം മുട്ടാതെ വേണം അത് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ ബാക്കി എഴുന്നേറ്റ് നിന്നിട്ട് അതുപോലെ കെട്ടി ഇങ്ങെടുത്തു. അപ്പോൾ അധികം പൂവില്ലാഞ്ഞ കാരണം മാല കുറച്ച് ചെറുതായിപ്പോയി. ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാല കെട്ടിയതാണ്. കുറച്ചും കൂടെ പൂവുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നീളത്തി കെട്ടിയെടുക്കാമായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ കെട്ടിയിട്ടുള്ള 2-3 മാലകളാണ്. പിന്നെ അതിൻ്റെ അടുത്ത് എക്സ്ട്രാ 2 കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഭംഗിയായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.